ഇത് ഇവിടെ ഇട്ടിട്ടും വെള്ളം ചോരുന്നുണ്ടല്ലോ. ഓ അവിടെ വെള്ളമേ ചോരുന്നുള്ളൂ. ഈ മേമയാണ് വെള്ളം ഇങ്ങനെ കളയുന്നതേ. അതെ ഇതാണ്ടോ ഇവിടെ കണ്ടോ, മീൻ കഴുകിയ വെള്ളം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ വെറുതെ പറയണേ, നീ അവിടെ കളയില്ല എനിക്കറിയില്ലേ. അപ്പയ്ക്ക് മേമ സീരിയസ് ആക്കി എടുത്തൂല മുട്ടി. മഴ പെയ്ത് കഴിഞ്ഞാലേ ഫുൾ വൃത്തിയാതെ. ഇനി എവിടേക്കാ ഉരയ്ക്കണം. കടൽക്കണ്ണൻ കറി വെച്ചാൽ രസമില്ല, വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. ഹായ് പ്രസി, സുകന്യ, അനി, അൻസതി, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ജിനു ആണ്, തിരുവനന്തപുരത്ത് നിന്ന്. എന്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാനിപ്പോ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ എനിക്ക് ഓണക്കോടി എന്റെ കയ്യിൽ കിട്ടി. ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റ്മാൻ വീട്ടിൽ വന്നപ്പോഴും ഭയങ്കര സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. തുണിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഓണക്കോടി എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ എന്റെ അമ്മയും അപ്പയും എനിക്ക് എന്റെ ഓർമ്മയിൽ എനിക്ക് തന്നതല്ലാതെ ഇത് സത്യമാണേ. കടകളിലൊക്കെ പോയി എടുക്കുമ്പം അത് വേറൊരു ഫീലാണ്. ഇതിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഓണക്കോടി വരുമ്പം എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല, മനസ്സ് നിറഞ്ഞാണ് സത്യം. എല്ലാവർക്കും, മക്കൾക്കും അമ്മയ്ക്കും അമ്മമാർക്ക് രണ്ടുപേർക്കും മക്കളുമാർക്കും എല്ലാം ഒരിക്കൽ ഞാൻ വരുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സിൽ തട്ടിയ ജോലി, ഞാൻ വരുന്നുണ്ട്. ഓണത്തിരക്കൊക്കെ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തുണിയെടുക്കാൻ, ഞാൻ എൻ്റെ അനുഭവം പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ തുണിയെടുക്കാനോ എനിക്ക് ഒരുപാട് സെലക്ഷനും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ എടുത്തത് മൊത്തം കൊടുത്തതാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയണതിൽ ഭയങ്കര സന്തോഷം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതൊരു ലക്ഷ്യം എത്തണ വരെ നമ്മൾ കഷ്ടപ്പെട്ടും കൊണ്ടേയിരിക്കണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതിൽ ചിലർ ഓണായി കഴിയുമ്പോൾ ചിലർ സന്തോഷത്തോടെ ഇപ്പോൾ പറയാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് റേറ്റ് കമ്മിയുള്ള ഓണക്കൊടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് റേറ്റ് ഉള്ള സാരികളൊന്നും അല്ല. കാരണം എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് ഇതായിട്ട് പറയാം, കുട്ടികൾക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഏട്ടന് എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നല്ലത് ഒരുപാട് തിരഞ്ഞ് നല്ലത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുള്ളൂ. അതിൽ കുറ്റങ്ങൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവില്ല ഏട്ടാ. അപ്പോൾ നമ്മൾ പക്ഷെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. ചില കൂട്ടുകാർക്ക് ഇനിയിപ്പോൾ വാങ്ങണം എന്നുണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന്, പക്ഷെ അത് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും. ഒക്കെ നമുക്കറിയാം. നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് നമ്മളിങ്ങനെ എങ്ങനെ പറയുക, ഓരോ അടി നടന്നു വന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കില്ലേ, അവരുടെ മനസ്സ് തട്ടി നമ്മളോട് കുറേ അമ്മമാർ, അതേപോലെ പേഴ്സണൽ മെസ്സേജ് ഇട്ട അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ അടുത്ത് കടലില്ലാണ്ടായിരിക്കില്ല, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നിങ്ങളത് വാങ്ങണുണ്ടാവുക അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കും. നിങ്ങളെ നമ്മൾ തിരിച്ചതേപോലെ സപ്പോർട്ട് ചെയ്യും, സ്നേഹിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. സത്യം, നമ്മൾ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയതാണ് ഈ ഒരു കാര്യത്തിക്ക്. പെട്ടെന്നൊരു ദിവസം വൈകുന്നേരത്ത് നമ്മൾ ഇത് ചെയ്യാന്ന് തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഓർണമെന്റ്സിന്റെ മാത്രമാണ് ചിന്തിച്ചത്, അതും എവിടെ എത്താതെ പോയിട്ട്. അപ്പോൾ നമ്മൾ ഈ തുണിയുടെ പെട്ടെന്നൊരു ദിവസം നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഗുണം, എന്തായിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ, അതൊന്നും നമുക്ക് അറിയായിരുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളാട്ടോ. പക്ഷെ ഞങ്ങളെ നെഞ്ചിലേട്ടാ സപ്പോർട്ട് ചെയ്തു. അമ്മമാരാണ് വെച്ചാലും
എനിക്കിതിലൊക്കെ റീനാന്നാ ടീനാന്നാ പറഞ്ഞു? ഷൈനി എന്നല്ലേ പറഞ്ഞു, ടീന എന്നല്ലേ? ടീന എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഷൈനി പറഞ്ഞിട്ടൊരു ചേച്ചി മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. ആ ചേച്ചി ഇതേ സെയിം ഇത് ഫോൺ ലോക്കായി. ഇനി എല്ലാവരും ഒരുപാട് പേര് കേട്ടോ, നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് ലാസ്റ്റ് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തുന്ന സമയത്തും ഒരുപാട് പേര് ഓരോരുത്തരും നമ്മളെ പോസിറ്റീവ് ഇട്ടിട്ട്, കാരണം നമ്മളെ ഉയർത്തി കൊണ്ടുവരുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എങ്ങനെ പറയാ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. തിരിച്ചും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളെല്ലാവരും ഉണ്ടാവില്ല ഏട്ടാ, അത് ഒരിക്കലും മറക്കില്ല നമ്മള്. പിന്നെ ഇതില് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മ ആ അമ്മ വിളിച്ചിട്ട് അതിന് പെൻഷൻ കിട്ടിയ ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പ്രസി എനിക്ക് ആകെ കിട്ടുന്നത് 2000 രൂപയല്ലേ അല്ലേ, ആ 2000 രൂപയ്ക്ക് പ്രസിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഓണക്കോടി വേണമെന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ചെന്താണ് ആ അമ്മയോട് പറയാൻ പറ്റുക? അഡ്രസ്സ് അറിയില്ല, ഒന്നും അറിയില്ല. അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഫോൺ വിളിച്ച് വെച്ചിട്ട് ഒരു കടലാസിലേട്ടന് ഓർമ്മയുണ്ടോ, കടലാസിൽ എനിക്ക് അഡ്രസ്സ്, അത് ആ കുട്ടി 7ലോ 6ലോ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് നിന്ന് അഡ്രസ്സ് എഴുതി എന്നിട്ട് പറഞ്ഞു, കുട്ടി എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ ഈ പൈസ എവിടെ കൊടുക്കേണ്ടി ചോദിച്ചു. നമുക്ക് ആകെ സങ്കടം വന്നു കേട്ടോ. നമ്മളെന്തായാലും ആ അമ്മയ്ക്ക് ഒരു ഓണക്കോടി കൊടുക്കുന്നുണ്ട്, നമുക്ക് പൈസ ഒന്നും വേണ്ട. ആ ഒരു സ്നേഹത്തിന്, കാരണം 10-70 വയസ്സുള്ള ഒരമ്മ നമുക്കത് ചെയ്യണം, നമ്മളതിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണല്ലേ അതിനൊക്കെ ഒരു പൈസ വാങ്ങണത്? അവരുടെ അതിനൊന്നും നമുക്ക് വില, ഈ തുണിയുടെക്കാട്ടിലും വില ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ആ അമ്മയ്ക്ക് ഒരു ഓണക്കോടി കൊടുക്കൂട്ടോ. അതെന്തായാലും നമ്മൾ ആ അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ആ അമ്മ പറഞ്ഞു, വേണ്ട നിങ്ങൾ, ഞാൻ അങ്ങനെ ഫോൺ വെച്ച് സംസാരിച്ചിട്ട്, വേണ്ട നിങ്ങൾ എനിക്ക് വെറുതെ തരുന്നു, വേണ്ട, ഞാൻ പൈസ തന്നിട്ട് മാത്രം തന്നാൽ മതി എന്നിട്ടാ. അപ്പോഴും എന്നിട്ട് പിന്നെ എന്താ പറയുക, എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ തരുന്നതാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്ന്. എന്നിട്ട് ആ അമ്മ കടയിൽ പോയിട്ട്, കടയിൽ പോയിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ പൈസ വേണ്ട പറഞ്ഞു, അമ്മ അഡ്രസ്സ് തന്നത് മതി, പൈസ വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് 70 വയസ്സൊക്കെ ഉള്ള ഒരു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താണ് നിങ്ങളുടെ അടുത്ത് കടപ്പെട്ടിരിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ല. കാരണം നമ്മളും നിങ്ങളെപ്പോലെ സാധാരണക്കാർ മാത്രമാണ് അല്ലേ, നമ്മളല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടറിയല്ലോ. കൂടുതൽ നമ്മൾ ഇതാക്കണില്ല കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്, സത്യം ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് നമുക്ക് 1000 രൂപയുടെയൊക്കെ ഉള്ളിൽ വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രീ ഡെലിവറി ആണ്. വേണ്ടവരൊക്കെ മെസ്സേജ് ഇട്ടോളൂ. അപ്പോൾ നാളെ കാണാം. ഇത് വേറെയല്ലോ, അമ്പലം കഥകളി കണ്ട, നല്ല രസമുണ്ട്. താമരയൊക്കെ ആയിട്ട് കാണാൻ നല്ലൊരു സെറ്റ് സാരിയാണ്, ടിഷ്യൂൻ്റെ കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. വേറെതാ ഒരു സെറ്റ് സാരി ഇപ്പം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് മഴ? നമ്മുടെ ഇവിടെ മഴയാണ് കേട്ടോ. മഴ വന്നാൽ മഴയാണ് പറയും, വെയിൽ വന്നാൽ വെയിലാണ് പറയില്ലേ. എന്ത് സാധനങ്ങളാണല്ലേ, അത് വേറൊരു കാര്യം. അപ്പോഴേ ഇപ്രാവശ്യം നമ്മുടെ കുറച്ച് കൂടുതൽ കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, അവിടെ ഇരിക്കണോ, ഇതവിടെ ഇരിക്കണോ, ഏട്ടൻ്റെ ബേക്കിലിരിക്കണോ. നമ്മുടെ പുതിയ വീട്ടിൽ എന്തായാലും കുഞ്ചൂസ് ഫാഷന്റെ ഓരോന്ന് ഇല്ലേട്ടാ തുടക്കം ഗോഡൗൺ. നമുക്ക് ഇനി ദൈവം അതിനുള്ള ഒരു അവസരം നമുക്ക് തരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് മുകളിലേക്കും താഴേക്കൊക്കെ റൂം എടുക്കാൻ സുകന്യേ. അപ്പോഴല്ലേ ഇപ്പോഴത്തെ പുതിയ സ്റ്റോക്ക്, പുതിയ മോഡൽ എന്നല്ല കേട്ടോ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നറിയോ. എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചു, ചേച്ചി ഒരു 650 രൂപ മുതലുള്ള സാരികൾ ഉണ്ടാവുമോ അമ്മമാർക്കുള്ളത് എന്നുള്ളത്. അപ്പം നമ്മൾ അതും ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൽ 650 രൂപ മുതൽ വരുന്ന തുണികളാണ് കേട്ടോ. നമുക്ക് ഓഫീസിക്ക് ഒക്കെ ഉപയോഗിക്കാമല്ലോ, ജോലിക്ക് പോണ ചേച്ചിമാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തുണികളാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. സാരികളാണ് കേട്ടോ. ചുരിദാറുകൾ നമ്മൾ എന്താ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് അങ്ങോട്ട് ഒതുങ്ങണില്ല, ആ ഒതുങ്ങട്ടെ അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് കണ്ടാലോ.
കണ്ട അടിപൊളി ഒരു സെറ്റ് സാരി കാണാൻ നല്ല രസമല്ലേ? ടിഷ്യൂലാണ് കേട്ടോ വരുന്നത്. ദാ കണ്ട വള്ളംകളി ഓണത്തിൻ്റെ തീം കണ്ടോ? ദാ വള്ളംകളി ആന മുന്താണി സൈഡ് ഇതാ വരുന്നത്. കണ്ട കഥകളി കണ്ടോ? എന്താ പൂവ് പൂവ് കൊട്ട കണ്ടോ? കേരളത്തിൻ്റെ അല്ലേ തനിമ കണ്ട സെറ്റ് സാരിയാണ്. ഉടുക്കാനും സൂപ്പറല്ലേ? സിമ്പിളായിട്ട് പിന്നെതാ അടുത്തത് കേട്ടോ. കണ്ടോ മയിൽപ്പീലി ഇതാ താമര ഉണ്ട് കേട്ടോ അതില്. മയിൽപ്പീലി മാത്രല്ല കണ്ടോ ആമ്പൽ അല്ലേ? ഇതിൻ്റെ ഇവിടെ ഇതും കണ്ട ഇതില് കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ ഇത് അല്ലേ? ലാസ്റ്റ് നമ്മൾ ഉടുത്ത് കഴിഞ്ഞു വെച്ചാൽ നല്ല ഒതുക്കത്തിൽ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതും. അതിന്റെ ഒന്നാമത് എന്താണെന്നറിയോ, നൂർത്തി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നാള് 2 സാരി അതേപോലെ നൂർത്തിയിട്ടില്ലേ, പിന്നെ മടക്കാൻ പറ്റാണ്ട് അത് ഒരാൾക്ക് കൊടുക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കില്ലേ, ഡെയിലി ഉപയോഗിക്കാനും അതേപോലെ ഒരു ഡെയിലി ഉപയോഗിക്കുക പറഞ്ഞാൽ ടീച്ചർമാർ അല്ലെങ്കിൽ ജോലിക്ക് പോണവർ, എൻ്റെ അമ്മേനെ പോലെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതും അല്ലാണ്ട് കുറച്ചും കൂടി നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ചിലവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ കോട്ടൺ സൈസ് സാരികൾ വേണ്ടി വരും. ഇത് ഫാൻസി സാരിയാണ് കേട്ടോ. കണ്ടോ ഇതിലും വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഫാൻസി സാരി വിത്ത് ബ്ലൗസ്. ഇതാ ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇതും തന്നെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഈ കളറൊക്കെ അല്ലേ അതാ പോയി. ഇതാ ഇതിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ബോഡിയുടെ അവിടെയൊക്കെ ഈ ഒരു കണ്ടോ ഇങ്ങനെ വരും. കാണിച്ചു തരാം. കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരിക. കാണില്ല കേട്ടോ? ഇങ്ങനെ വരും. മുന്താണി പോർഷൻ വരുന്നത് ഇങ്ങനെ കേട്ടോ. കണ്ടോ ഇതിൽ വിത്ത് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. ഒരു കളറുകൾ മാത്രമല്ല പല കളറുകളുണ്ട്. എന്താ ഇതിനെക്കാട്ടിലും മയിൽപ്പീലിയുടെ കളറില്ലേ ആ കളറുകളുണ്ട്. ഇതാണ്ടോ. പിന്നെ ഇതാ അതിൻ്റെ തന്നെ ഇതാ വേറെ കണ്ട ഇതിൽ മുന്താണി ഇതാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ കളർ വ്യത്യാസങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഫാൻസി സാരികളാണ് കേട്ടോ. നല്ല വെച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടോ അല്ലേ? ഉടുത്തു കഴിഞ്ഞാലും ഒതുങ്ങിക്കിടക്കും. ഇപ്പം ആണോന്നോ? ആണല്ല, പെണ്ണ് ആണല്ലോ കാണിച്ചു കൊടുക്കുന്നല്ലേ? പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെണ്ണ് ഇതൊന്ന് കേട്ടോ. ഇങ്ങനത്തെ കുറേ സാരികൾ. പിന്നെ ഇനി ഓരോ സാരികൾ നമ്മളില്ലേ ഓരോ വീഡിയോകളിലായിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു എത്ര റേറ്റ് മുതലുണ്ടെന്ന്. നമ്മുടെ കയ്യിൽ 650 രൂപ മുതലുണ്ട് കേട്ടോ. സാരികൾ 650 രൂപ മുതലുണ്ട്. നമ്മുടെ ഇതേപോലെയുള്ള സാരികൾ കണ്ടോ. ഈ സാരികളാണ് എനിക്ക് എൻ്റെ അമ്മയൊക്കെ അധികം ഉപയോഗിക്കുന്ന സാരിയാണ് കേട്ടോ. അത് കണ്ടോ ഇതും ചുരുങ്ങി അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഉടുത്താലും. ഇത് കണ്ടോ കണ്ട എന്താ ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. ഒരു കളറുകൾ മാത്രമല്ല പല കളറുകളും ഉണ്ട്. നമുക്ക് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനത്തെ ഇത് ഗുഡ്വാൾ സാരിയാണ്. ഗുഡ്വാൾ ഇതാ ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ വരിക. കണ്ടോ ഇങ്ങനെ വരും. കണ്ടോ ഇതും നമുക്കില്ലേ ഉടുത്താൽ ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് സാരിയാണ്. ഇതിൻ്റെ പല കളറുകളുണ്ട്. ഇതാ ഈ ഒരു കളറുണ്ട്, പല കളറുകളുണ്ട്. നിങ്ങളില്ലേ എന്താ വേണ്ടവര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ഫോട്ടോ ഇട്ട് തരാം അല്ലേ ഏട്ടാ? അപ്പോൾ അതെടുക്കുക. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം വീണ്ടും വന്നു. ശംഖുപുഷ്പം എല്ലാവർക്കും ഇല്ലേ ശംഖുപുഷ്പേ വേണ്ടുള്ളൂ.
ചേച്ചി ശംഖുപുഷ്പം എവിടെ, ശംഖുപുഷ്പം എവിടെയെന്ന്. അപ്പൊ അതാ പിന്നെയും നമ്മൾ ശംഖുപുഷ്പത്തിന്റെ സെറ്റ് സാരി സെറ്റ് മുണ്ടും പിന്നെയും കൊണ്ടുവന്നു കേട്ടോ. ഇതെന്താ താഴ്ത്തി പറ്റിയിരുന്നു വന്നു. അത് മാത്രല്ല പിന്നെ കൂടുതൽ ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ ഒരു സാരി. ഈ സാരി കുറേ പേർക്ക് ശംഖുപുഷ്പം പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ഇതിങ്ങനെ കാണും, ഇതല്ല പൂക്കളം, നമ്മള് പ്രിന്റ് സാരിയാണ് കേട്ടോ. പ്രിന്റ് ഇതാ കണ്ടോ, ഇത് കാണുമ്പോ ഇങ്ങനെ കണ്ടോ, ശരിക്കിത് നമ്മൾ കാണിച്ചു തന്നിരുന്നതാണ് നിങ്ങൾക്ക്. ഇതേപോലെ ഇതേപോലെയുള്ള ലൈറ്റ് കളറിൽ അടിഭാഗം നമ്മളിങ്ങനെ ഉടുക്കണ ആ ഭാഗം ഇങ്ങനെയും വരും, ഇവിടെ ഇങ്ങനെയും വരും കേട്ടോ. ഇതും നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് വന്നതും ചോദിച്ചു, ചേച്ചി ഈ സാരി കൊണ്ടുവന്നോന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പോണൊരു സാരി ഇതും നമ്മുടെ ശംഖുപുഷ്പമാണ്. അതേപോലെ നമ്മുടെ ശംഖുപുഷ്പ ഫാൻസി സാരി നമ്മൾ ചെറുതായിട്ടൊന്ന് വീഡിയോ കാണിച്ചുള്ളൂ, അത് മൊത്തം പോയിട്ടോ. അത് വേഗം പോയി. എനിക്കും ഈ സാരി നല്ല ഇഷ്ടമായി. അമ്മയ്ക്കോ? എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ. നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഈ സാരി എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടമല്ലേ കളറ്. ഞാൻ ആദ്യം ഇഷ്ടമായില്ലേ ഏട്ടന്? നല്ല കളർഫുൾ ആണ് കേട്ടോ. അത് മാത്രല്ല സിമ്പിൾ ആണ്. ഇതിന്റെ തുണിയുടെ മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോഴേ വേണ്ടവരൊക്കെ ഇല്ലേ വേഗം 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 ഓണമൊക്കെ ആവാറായില്ലേ, വേഗം വേഗം കഴിക്കണ്ട, ഓണായില്ലേ. പിന്നെ അതേപോലെ ഇതാ ഇതിൻ്റെയും തന്നെ ഇത് ഞാൻ കാണിച്ചില്ലല്ലോ, ഇതൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഇതും പുതിയ സ്റ്റോക്കാണ് കേട്ടോ വരുന്നത്. ഇതാ ഇതില് കണ്ട, ഇതിന്റെ പല കളറുകളുണ്ട് കേട്ടോ, ഒരു കളറുകൾ മാത്രല്ല, പല കളറുകളുണ്ട്. ഇതാ പല കളറുകൾ വരുന്നുണ്ട് ഇതില്. ഇതാ ഇതിങ്ങനെ ആക്കുമ്പോൾ പേപ്പർ കൊണ്ട്. പിന്നെ ഇതാ ഇത് മുന്താണി പോർഷൻ ഇങ്ങനെ വരും. ഇതാ ഇത് കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ, വർക്കുകൾ, എംബ്രോയിഡിങ് വർക്കുകൾ വരുന്ന സാരിയാണ് കേട്ടോ. വർക്കാണ് കേട്ടോ. ഇതാ ഇതിന്റെ ഇതാ അയ്യോ അവള് കാണിക്കുന്ന ഫുള്ളും പൈസ അടിക്കുക. ഇതും പെട്ടെന്ന് കൊടുക്കുക. ഇതിന്റെ ഇതാ കളർ ചേഞ്ചുകൾ ഇതാട്ടോ. എത്ര ഉണ്ട്? അതാ ഈ ഒരു കവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്, എനിക്ക് കാണില്ല. ഇതാ ഇങ്ങനെ ഇതില് എംബ്രോയിഡിങ് വരുന്നതാട്ടോ. ഇത് ബ്ലാക്ക്, അയ്യോ ഞാൻ കണ്ടില്ല, അത് പിടിക്ക്. വൈറ്റ് ബ്ലാക്കിന്റെ ആളാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അതേപോലെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ബ്ലാക്ക്? ബ്ലാക്കിനോട് എന്താണെന്നറിയില്ല പ്രത്യേകിച്ച്. ഞാനൊരു സാരി ബ്ലാക്കിന്റെ എടുത്തതാണ് കേട്ടോ, അത് അവിടെ തന്നെ വെച്ചു. ഇതാണ്ടോ കണ്ണു വെച്ചു. എന്താ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതാണ്ടോ ഇതിലും വിത്ത് ബ്ലൗസാണ് വരുന്നത്. അപ്പോഴേ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇത് എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനത്തെ സെറ്റ് സാരികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓണം കാര്യങ്ങൾക്കൊക്കെ അല്ലേ സെറ്റ് സാരികൾ കൊടുക്കുള്ളൂ ഓണത്തിന്. പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോൾ ഈ സാരികളൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാം, ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടോ, ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉപകാരമാവും എന്നുള്ളത്. അതും കൊണ്ട് എടുത്താണ്. കണ്ടോ കാണാൻ ഇതിൻ്റെ ബ്ലാക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ, വൈറ്റും ബ്ലാക്കും നന്നായിട്ടുണ്ട്. ഇതാ ഇതേപോലെ വർക്കുകൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഈ വർക്കുകൾ ഈ സാരികൾക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ സാധനമല്ലേ ഇവിടേക്ക് എത്തി. ഇനി ഇതൊന്ന് നേരെയൊക്കെയാണെങ്കിൽ അനിയേട്ടൻ മനസ്സ് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഫുള്ളിങ്ങനെ ചറപറാന്നാവുമ്പോൾ ഫുള്ള് ചെയ്യുന്നത് അനിയേട്ടൻ്റെ പണിയാണ് കേട്ടോ. അതാണ് പിന്നെ ഇരിക്കുന്നത് ഇതിൽ. ഇതും നല്ല ഒരു ഇത്. പിന്നെ നമുക്ക് സാരികളിൽ കാണിച്ചു തരാനുള്ളതില്ലേ, ഇതാ ഈ ഒരു സാരിയാണ്. ഇതും തന്നെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ്. ഇതാണ്ടോ ഇതിൽ നമ്മുടെ വർക്ക് ഉണ്ട്. ഇങ്ങോട്ട് പോയിട്ടാ ഇതാ. പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു വെച്ചാലൊക്കെ ഉടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ പ്രിന്റ് അല്ല കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ്.
തോളത്തിട്ടാ മതി, അല്ലെങ്കിൽ ടേബിളിൽ ഇട്. ഇതാ പോരെ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതാ മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ നമ്മുടെ ബോഡിയിൽ ഇതേപോലെ ചെറിയ പൂക്കൾ കണ്ടോ, അങ്ങനെ ചെറിയ പൂക്കളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ മുന്താണി പോർഷൻ ഇങ്ങനെയും വരും കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, പലതരം കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളൊരു സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം. ലോങ് വീഡിയോയിൽ, അത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ എടുക്കുമല്ലോ, അത് പിന്നെ വേറെ കാര്യം. ഇതാ പറയൂ ഏത് വേണം. പിന്നെ പ്രിന്റഡ് സാരി, ചിക്കു ഷെയ്ഡ് കേട്ടോ. ഇതും ഗുഡ് വോൾ സാരി. മൽക്കോട്ടൻ എത്തണേ ഉള്ളൂ. മൽക്കോട്ടൻ സാരി എന്താണെന്നറിയോ, നമ്മൾ 2-3 കടകളിൽ പോയിട്ട് മൽക്കോട്ടൻ സാരി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കേട്ടോ, അത് തിരുമ്പി കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുന്ന അറിയില്ല. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട്, ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നുണ്ട്. അതിന്റെ സ്വഭാവം എന്താണെന്നറിയില്ലാന്ന്. അപ്പോൾ നമുക്കൊരു പേടി പിടിച്ചു. പിന്നെ അതിന് നല്ല വിലയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നുമല്ല. ഞങ്ങൾ പോയി നോക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് വരുന്നത് 900 രൂപ മുതലാണ് അതിന് വരുന്നത്. അപ്പോൾ ആ 900 രൂപയ്ക്കൊക്കെ നമ്മൾ മൽക്കോട്ടൻ വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ വിൽക്കുമ്പോഴും നമുക്ക് എന്താ, സാധാരണക്കാരാണ് നമ്മുടെയൊക്കെ വാങ്ങിയൊരു സാരി കേടൊന്നും പോയി എന്ത് ചെയ്യാൻ. അപ്പോൾ അത് ഇതിലൊരു കാണുമ്പോ ഒരു വെറൈറ്റിയാണ് സംഭവം. ഇത് മൽക്കോട്ടൻ ഇതാണ്ടോ, ഇതും വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ. എന്നോട് കുറേ അമ്മമാർ ചോദിച്ചാണ്, പ്രസി കുട്ടി എന്താ നമുക്കൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരി ഇതാട്ടോ. ഇതിൽ ഇങ്ങനെയുള്ള പ്രിന്റ് വരുന്നുണ്ട്, വിത്ത് ബ്ലൗസാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഇതാണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ എല്ലാവർക്കും പറ്റുമല്ലോ ഒരു അല്ലേ. അപ്പം അത് വിചാരിച്ചാൽ ഇതിൻ്റെയും കുറേ കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കളറുകളല്ല, ഈ ഒരു കളറുകൾ വ്യത്യാസം മാത്രം ഉണ്ടാവും. ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരി വരിക, കണ്ടോ. അപ്പം നമ്മളത് ഇതാക്കണേക്കാളും കണ്ടോ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാതും ഒരേപോലെ തന്നെ അല്ലേ, ഓരോ കളറ്. ഈ പൂവിന് മാത്രം കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പൂവിന് ഒരു നീലയാണ് വെച്ചാൽ ഇതൊരു വയലറ്റ് കളറല്ലേ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്, വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്, കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ചുവപ്പ് ഷെയ്ഡ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാണ് പറഞ്ഞു വെച്ചാൽ അതാണ്ടോ നീല ഷെയ്ഡ്, അപ്പോൾ ഇങ്ങനെയുള്ള വയലറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കളറുകൾ വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ കാണിച്ചത്, ഇത് കാണിച്ചോ, ഈ സാരി നമ്മുടെ കിച്ചുവിൻ്റെയൊക്കെ ടീച്ചർ വന്നിട്ട് എടുത്തിട്ട് പോയ സാരിയാണ് കേട്ടോ. ഈ ഒരു സാരി ലേട്ടാ, ഇതിന്റെ സാരികൾ അവര് ബ്ലാക്ക്. പിന്നെതാ ഏത് അതിന്റെ നീല കളറും പച്ച കളറും ഉണ്ട്. ഒരേ കളറ് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു തുണി എടുക്കുന്ന സമയത്ത് നമുക്ക് 4 സെറ്റാണ് കേട്ടോ കിട്ടുക. അതിൽ ചിലപ്പോൾ ഒരു കളറേ അങ്ങനെ വരുള്ളൂ, ബാക്കിയുള്ള കളറൊക്കെ വേറെ വേറെ ഉള്ള കളറുകളായിരിക്കും കേട്ടോ. അത് അതിൽ തന്നെ. അപ്പോൾ ഇത് ഇതാ വേറൊരു സാരി ഇതാട്ടോ. കളറുകൾ എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നുള്ളതെന്ന് പറയണേ. അപ്പോൾ പ്യുവർ കോട്ടൺ അല്ല, ഇത് ഗുഡ്വാൾ സാരി പറയില്ലേ, കോട്ടൺ ഒരു മിക്സിലേട്ടാ, പോളിസ്റ്റർ പോലെയൊന്നല്ല, കോട്ടൻ്റെ തന്നെ. അപ്പോൾ ഇത് എന്താ ചില അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരും കേട്ടോ അതെന്താണ് എന്നുള്ളത്. ഇതിൻ്റെ തന്നെ ഇതാ ഈ ഒരു കളർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ എംബ്രോയിഡിങ് വർക്കുകളില്ലേ, നല്ല പ്രിന്റഡ് അല്ല, എംബ്രോയിഡിങ്ങിൻ്റെ വർക്കുകളാണ് കേട്ടോ അതൊക്കെ. ഇതാ കാണിച്ചു തരാം, ഇതുണ്ടോ. ഇതാ അടുത്തത് ഇതാട്ടോ, ഇതൊരു കളറ്. എൻ്റെ ദൈവമേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് കൂടെ ഫുള്ളും ഇതിൽ കൂടി ഇല്ല കാണിച്ചു കൊടുക്കണ്ടേ. ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ വിത്ത് ബ്ലൗസും കാണിച്ചു കൊടുക്കണ്ടേ.
എന്താ അതാ ടേബിളിലേക്ക് ടേബിളിൽ നാളെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതും സാരികളാണ്, എല്ലാതും സാരികളാണ്. ഇത് മാത്രം കേട്ടോ. അതാ അതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് കണ്ടോ, ഒരു കളർ ചേഞ്ച് ഇതാണ് കേട്ടോ. അതാ പിന്നെ അതാ ഒന്ന് ഒരു ലൈറ്റ് കളറുകൾ ഒക്കെ ലൈറ്റ് കളറുകളാണ് കേട്ടോ. കടും കളറുകൾ ഇതാ ഈ സാരികൾ മാത്രമേ കടും കളറുകൾ ഉള്ളൂ അല്ലേ. ഇതൊക്കെ കണ്ടപ്പോഴല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് സാരി എടുത്തപ്പോൾ പറഞ്ഞു, ഇങ്ങനത്തെ സാരികൾ കണ്ടപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസാരി മതി ഓണക്കോടിയായിട്ട് എല്ലാവർക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അമ്മയ്ക്കൊക്കെ ഉടുക്കുമ്പോൾ ഒതുങ്ങി നിൽക്കുന്ന സാരിയല്ലേന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇന്നിങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള കുറേ സെലക്ഷൻസുകളുണ്ട്, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറേ സ്റ്റോക്ക് ഉണ്ട്. ഇതാ വീഡിയോ എടുത്തിട്ടില്ല, അതെടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല, അത് വേറെ കാര്യം. സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടോ വീഡിയോ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ നോക്കിയിട്ടില്ല. അപ്പോഴേ കാണിച്ചില്ല. നമുക്ക് കുറച്ച് ചേച്ചിമാർ നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ കിട്ടി, ഓണക്കോടി കിട്ടി, സന്തോഷം വന്നു, കരച്ചിൽ വന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു ഓണക്കോടി കിട്ടുന്ന സമയം ആ ഒരു ഫീലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം നമുക്ക് അങ്ങനെ പറഞ്ഞതിലും കേട്ടതിലേട്ടാ. നമ്മൾ കുറച്ച് കിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതുപോലെ ഇനി ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ ചാക്കിൽ നിറയുണ്ട്, ഇതവിടെയൊക്കെ നിറയുണ്ട്, പിന്നെ ഇവിടെ വേക്കലുണ്ട്, എങ്ങനെ പറയാ, എമ്പാടും വീട് നിറയുണ്ട്. ഈ നമ്മുടെ ഹാള് മുഴുവൻ തുണികളാണ്, ഭയങ്കര. അപ്പോഴേ വേണ്ടവരില്ലേ നമ്മുടെ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിലില്ലേ, വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ കണ്ടാൽ പോരെ.